ഹലോ എവരിവൺ, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് പയറും കുമ്പളങ്ങയും വെച്ചിട്ട് ഒരു ഓലൻ ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് 1.5 കപ്പ് പയർ ഒരു 15 മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പയറിന് മുകളിൽ കുറച്ച് നിൽക്കുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അധികം വെള്ളം കൂടി പോവാൻ പാടില്ല. ഈ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇടുക. അതിനുശേഷം സ്റ്റീം മുഴുവനായിട്ട് പോയതിന് ശേഷം ഓപ്പൺ ചെയ്താൽ പയർ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഉപ്പ് ചേർക്കാതെയാണ് പയർ വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുമ്പളങ്ങ ഇട്ട് കൊടുക്കണം. കുമ്പളങ്ങ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഒരു 2 കപ്പ് കുമ്പളങ്ങയുണ്ട്. അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുമ്പളങ്ങ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കുമ്പളങ്ങയിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും. ഇനി ഞാനിവിടെ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 20 ചുവന്നുള്ളി ഉണ്ടാവും. ഉള്ളി കുറച്ച് അധികം ചേർക്കണം ഈ കറിയിൽ. കുറച്ച് കറിവേപ്പിലയും എരിവിന് ആവശ്യമായ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഒരു 14 പച്ചമുളക് ഞാൻ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിൽ വളരെ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സ്റ്റീം പോയി കഴിഞ്ഞ് തുറന്ന് നോക്കാം. ഇപ്പോൾ പയറും കുമ്പളങ്ങയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അധികം വെള്ളമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ട് അധികം ലൂസായി പോകാൻ പാടില്ല. ഏകദേശം ഈ കറിയുടെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങാപ്പാൽ ചേർത്ത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി 1.5 ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. നമ്മുടെ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പയറും കുമ്പളങ്ങയും വെച്ചിട്ടുള്ള ഓലൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഓലനും തൈരും ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാനായിട്ട് വേറെ കറികളൊന്നും ആവശ്യമില്ല. അപ്പോൾ അത്രയും ടേസ്റ്റുള്ള കറിയാണ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്